വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും എന്നാ എടുക്കുമോ? ഞാൻ ഇങ്ങനെ രാവിലെ ഓർത്ത് എന്താ കറി വെക്കേണ്ടതെന്ന്. പച്ചക്കറിയെ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നോക്കുന്നുണ്ട് പെട്ടെന്ന് ഹസ്ബൻഡ് കുറച്ച് വെള്ളമീനും ചെറിയ മത്തിയും കൊണ്ടുവന്നു. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറി ആയല്ലോ എന്ന് വിചാരിച്ചു. ചട്ടപ്പെട്ടാന്ന് അങ്ങോട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കിയാലോ? വെള്ളമീൻ ഓൾറെഡി ക്ലീൻ ചെയ്താൽ കൊണ്ടുവന്നേ. അതുപോലെ ചെറിയ മത്തിയും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു. ഞാൻ വിചാരിച്ചു ആദ്യം വെള്ളമീൻ നമുക്ക് മുളകും പുളി ഇട്ടിട്ടങ്ങ് ചാറ് വെക്കാം. അതുപോലെ ചെറിയ മത്തിയല്ല, അത് കാണുമ്പോൾ എപ്പോഴും പൊരിക്കാനും പീര വെക്കാനും ഒരു പ്രത്യേക താല്പര്യം എനിക്ക് വരാറുണ്ട്. അപ്പോൾ ചടപെടാതെ തന്നെ ഞാൻ പെട്ടെന്ന് കുറച്ച് മീൻ എടുത്തിട്ട് ആദ്യം വറക്കാൻ റെഡിയാക്കി. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടി ആവശ്യത്തിന്, കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ വറുത്തത്. കുറച്ച് നേരം നന്നായിട്ട് ഞാനതങ്ങ് തിരുമ്മി വെച്ചു. മീൻ നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി വെച്ചിട്ട് കുറച്ച് നേരം ഇരിക്കുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പിടിച്ചോളും. ചെറിയ മത്തി ആയതുകൊണ്ടാണ് ഞാനത് വരയൊന്നും ചെയ്യാൻ. പീര വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവോളയും ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങയും ചിരണ്ടി എടുത്തു. അത് വെക്കാൻ വലിയ പണിയുള്ള കാര്യം, നല്ല ഈസിയാണ് മത്തിപ്പീര വെക്കാമെന്ന് പറയണം. മത്തിയിലോട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടിയിട്ടോ ഒതുക്കിയിട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ. ഞാനിത് നന്നായിട്ട് ചെറുതായിട്ട് ചിരണ്ടിയിട്ടത് കൊണ്ടാണ് ഒതുക്കാനൊന്നും പോയില്ല. അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി എല്ലാം ചേർത്ത് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. പച്ചമുളക് ചേർത്തത് കൊണ്ട് ഒരുപാട് മുളക് പൊടിയൊന്നും ഇടണ്ട. പീരയ്ക്ക് ഒരുപാട് എരിവിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അടുപ്പത്തിരുന്ന് നന്നായിട്ട് അങ്ങ് തിളച്ചോട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് അടുത്ത കറിയുടെ പുറകെ പോകാം. കഷ്ണങ്ങളാക്കിയ വെളമീനിലോട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് ഞാനതൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി തിളച്ചതിന് ശേഷം മാത്രം പുളി ഇട്ട് കൊടുത്താൽ മതി. നല്ല ഫ്ലെയിമിൽ തന്നെ 2 കറിയും തിളച്ചോട്ടെ. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. വിളമീനും മത്തിപ്പീരയും നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തിളച്ചോട്ടെ. 2 കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മീൻകറിയുടെ മുകളിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാൻ എപ്പം മീൻകറി വെച്ചാലും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ 2 കറിയിലും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. മൺചട്ടി ആയതുകൊണ്ട് ഓഫ് ചെയ്താലും ഒന്നും കൂടെ അവിടെ ഇരുന്നത് വറ്റും. അപ്പം നമ്മുടെ വെളമീനും മത്തിപ്പീരയും റെഡി ആയിട്ടുണ്ട്. മത്തി വറക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ ഇൻഡക്ഷൻ കുക്കറിലാണ് മത്തി ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ മത്തിയൊക്കെ നല്ല ഭംഗിയായിട്ട് നിരയായിട്ട് അവിടെ അട്ടിക്ക് പെറുക്കി വെച്ചിട്ടുണ്ട്. ഇത് അവിടെ കിടന്നിന് റെഡി ആവട്ടെ. നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുമത്തി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ മത്തിയുടെ 2 വശം നമ്മൾ പൊള്ളിച്ചെടുത്തു. അടിപൊളിയായിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ എല്ലാവർക്കും കുഞ്ഞുമത്തി പീര വെക്കുന്നതും വറക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ കുഞ്ഞുമത്തിയൊക്കെ കിട്ടുമ്പോൾ നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. എന്തായാലും ഊണുകാലമായിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ചോറും കറിയൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ. ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു മീൻകറിയും പീരയും വെച്ചിട്ടുണ്ട്, മീനും വറുത്തത്. ഇത് കൂടാതെ രാവിലെ തന്നെ ഞാൻ കുറച്ച് കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും അതുപോലെ തന്നെ കൂർക്ക ഉലർത്തും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഗംഭീരമായിട്ട് നമുക്ക് ഉച്ചയൂണ് കുശാലാക്കാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിലോട്ട് പോരെ. ഞാൻ എല്ലാവർക്കും ചോറും കറിയും തന്നിരിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.